എന്തു വേണം? വൃന്ദ ഇല്ലേ ഇവിടെ? അവള് ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്? അതെ. നിങ്ങളാരാ? ഞാൻ അവളെ വേണ്ടപ്പെട്ട ഒരാളാണ്. അവളെ ഒന്ന് വിളിക്കൂ, ഒരു കാര്യം സംസാരിക്കാന്. വൃന്ദ. ഇവരെന്തിനാ വൃന്ദമ്മ വിളിക്കുന്നത്? മോളെ, നിന്നെ സൂര്യ വിളിക്കുന്നുണ്ട്. എന്നെയോ? എന്നെന്തിനാ വിളിക്കുന്നേ? അറിയില്ല, വാച്ചെന്ന് നോക്കാം. എന്തിനാടാ ആളെ വിളിക്കുന്നത്? അല്ല, ഇതാരാ? വൃന്ദയുടെ ബന്ധുവാണത്രേ, അവളെ കാണാൻ വന്നതാ. ആണോ? എന്നാ മോൻ കേറിയിരിക്ക. എന്താ എന്തിനാ വിളിച്ചേ? സൂര്യേട്ടൻ. ഓ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലേ? ആരാ മോളെ ഇത്? അവള് പറയില്ല, ഞാൻ പറയാം. ഞാനേ ഇവളുടെ ഭർത്താവ് സൂര്യശങ്കർ. ശരിയാണ് മോളെ, ഇതാണ് നിന്റെ ഭർത്താവ്. അവളൊന്നും മിണ്ടില്ല. എന്താടി, നീ എവിടെയാണെന്ന് ഞാൻ അറിയില്ലെന്ന് കരുതിയോ? നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തും. ഏയ്, ഒന്നുമില്ല. ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ വന്നതാ. ഭാര്യയോ? ആരുടെ ഭാര്യ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അമ്മ ഇത് വൃന്ദമ്മളുടെ ഭർത്താവാണത്രേ. ഓ, ഇവളുടെ കല്യാണം കഴിഞ്ഞതാണ്. സമാധാനം. ആ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടി. നീയാണോ ഭർത്താവ്? സ്വന്തം ഭാര്യ ജീവിക്കാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുന്നത് നീ എങ്ങനെയാണടാ ഒരു ഭർത്താവുന്നത്? എന്താടാ, ഞാൻ നിയമപ്രകാരം താലി കെട്ടിയ എന്റെ ഭാര്യയാണ് അവള്. ഓ, നീയും ഉണ്ടോ ഇവിടെ? അപ്പോ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായല്ലോ. വൃന്ദ, എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് ഇപ്പൊ നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ പോരണം. പെട്ടെന്നാവട്ടെ. എന്ത് പറഞ്ഞിടി നീ? മര്യാദക്ക് വന്നോ, ഇല്ലെങ്കിൽ എനിക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ അറിയാനിട്ടല്ല രണ്ടിനെ. നീ ഒരു ചുക്കും ചെയ്യില്ല. അവരുടെ സമ്മതമില്ലാതെ അവരെവിടെ നിന്ന് ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല. അത് പറയാൻ നീ ആരാടാ? ഞാൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവളെയും കൂടെ ഇവളെയും കൊണ്ടുപോകാൻ എനിക്കറിയാം. ഒരു പട്ടിയുടെ അനുവാദം വേണ്ട എനിക്ക്. കാരണം ഇവരുടെ തന്തയും തള്ളയും ചത്തതിനു ശേഷം ഇവരെ സംരക്ഷിക്കാനുള്ള അവകാശം എനിക്കാ. ഇവരുടെ ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ ഇവളെയും കൊണ്ടുപോകും. ഇവിടെ നിന്ന് നീ ആരെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇവരെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞതിന് എന്തിനാടാ നിനക്ക് ഇത്ര പോകുന്നത്? എന്താടി, നിന്റെ കൂടെ കിടത്തി സുഖിച്ചോ നീ അവനെ? അല്ല, നിന്നെ വിടാൻ അവർക്ക് തോന്നാത്ത പോലെ. ചേട്ടാ നായേ, നിന്റെ വൃത്തികെട്ട സ്വഭാവമല്ല ഈ വീട്ടിലുള്ളവർക്ക്. ഓ, ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോ. പക്ഷെ എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കൂട്ടിക്കൊടുക്കാനില്ലേ? എന്താ വൃന്ദ, ഭംഗിയുള്ളതിനെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കില്ലേ? അത്രയല്ലേ ഞാനും ചെയ്തോളൂ. പറയുന്നത് കേട്ടാ ഞാൻ നിന്നെ അവരുടെ കൂടെ കിടത്തിയെന്ന് തോന്നുമല്ലോ. നിങ്ങൾ അതിനും മടിക്കില്ല. ഞാൻ വരില്ല. ഇനി നിങ്ങളെ സഹിക്കാൻ എനിക്ക് വയ്യ. ഇനിയും ഇവിടെ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്. എന്താ വൃന്ദ, ഇവരെന്നെ മോശമായി കാണുന്നത് കണ്ടില്ലേ നീ? ശരിയാ, പണ്ട് ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാ രാത്രിയും എന്റെ സ്നേഹം മുഴുവൻ ഞാൻ നിനക്കല്ലേ തന്നിട്ടുള്ളത്. നീ പോയപ്പോ തൊട്ട് എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മര്യാദക്ക് എന്റെ മോളെ പോരാൻ നോക്ക്. ഇല്ല, വരില്ല. എനിക്കൊന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നായിന്റെ മോളെ, നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് അറിയാടി. എന്തായി ചെയ്യുന്നത്? ആ കുട്ടി എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? ഇവിടെ വാടി, നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഇത് ചേച്ചി വിട് പ്ലീസ്. ഇത് ചേച്ചി ഒന്നും ചെയ്യല്ലേ പ്ലീസ്. എന്താടി ഇവിടെ? ഇതൊക്കെ ആരാ? അതാ വൃന്ദയുടെ ഭർത്താവ്. അവളെ കൊണ്ടുപോകുന്നതാ. ഓ, ഇവളുടെ കല്യാണം കഴിഞ്ഞതാണോ? കണ്ടാ പറയില്ല.
ഓ ഇതാരാ പുതിയ രക്ഷകൻ? എന്താടി ഇവിടെയുള്ള എല്ലാ ആണുങ്ങളെയും മയക്കി വെച്ചിരിക്കുകയാണല്ലോ നീ. എന്റെ അടുത്ത് നിന്ന് കിട്ടാത്ത എന്താടി ഇവർ നിനക്ക് തരുന്നത്? ഛേ, അവളെ വിടടാ, എന്റെ ഭാര്യയാണ് അവള്. എന്താടാ നിനക്കൊന്നും മതിയായില്ലേ അവളെ കൂടെ കിടത്തിയിട്ട്? വൃന്ദ, നിനക്ക് ഇതിന്റെ കൂടെ പോകണം. ഏട്ടാ എനിക്ക് പോണ്ട. ഏട്ടാ ഏട്ടാ എന്റെ ചേച്ചി വിടില്ല ഏട്ടാ, പ്ലീസ്. എന്താടി ഇവനാരാ? നിങ്ങളൊക്കെ രക്ഷകനോ? ഞാൻ കൊണ്ടുപോകാനാണ് വന്നതെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. വൃന്ദ, എന്താ നിന്റെ മുഖത്ത്? ശിവേട്ടാ അതാ അയാൾ തല്ലിയതാ. എന്താടാ നീ നോക്കിയ ഞാനങ്ങ് പേടിച്ചു പോകുന്നു കരുതിയോ? ഇവളെ വന്ന് പിടിച്ച് വണ്ടി കേട്ടടാ. നീ ഈ വീട്ടിൽ കയറിയത് തെറ്റി. ഈ രാവണന്റെ കോട്ടയിൽ കയറാൻ ഇതുവരെ ആർക്കും ധൈര്യം വന്നിട്ടില്ല. ഈ രാവണന്റെ കോട്ടയിൽ രാവണനെ മാത്രം പേടിച്ചാൽ മതി, അല്ലാതെ അവിടെ കയറി വന്ന് വേറെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ നീ പറഞ്ഞ പോലെ അവളെ കൂടെ കിടത്താൻ നീ ശിവേന്ദ്രനെ തോന്നിയ പിന്നെ എനിക്ക് ആരുടെ അനുവാദം വേണ്ട, മനസ്സിലായല്ലോ? ഇനി നീ അവളുടെ അവകാശം പറഞ്ഞു വന്ന അഴിഞ്ഞ് കളയും ഞാൻ നിന്നെ. എനിക്ക് പോടാ ചാകാതെ. ഞാൻ പേടിച്ചു. അയാളെ നമ്മളെ കൊണ്ടുപോകുന്ന വിചാരിച്ചു ചേച്ചി. എന്റെ ഏട്ടനുള്ളിടത്തോളം കാലം ആരും ചേച്ചിയെ ഒന്നും ചെയ്യില്ല. മോള് പേടിക്കണ്ട, ഇനി ആരും മോളെ ഉപദ്രവിക്കാൻ വരില്ല. മോളെ റൂമിലേക്ക് കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുക്കും. മുഖം നന്നായി ചുമന്നിട്ടുണ്ട്. വാ മോളെ. ഹരി, നീ വീട് വരെ ഒന്ന് വരണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയ്യോ സോറിടാ, ഞാൻ ട്രിപ്പിലാണ്. 1 വീക്ക് ആവും വരാന്. ആ ഓക്കെ, എന്നാ വന്നിട്ട് നീ ഒന്ന് വീട്ടിലോട്ട് വാ, ഒരു അർജന്റ് കാര്യമാണ്. ഓക്കേടാ, എന്തായാലും ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം. ആഹാ, ആദ്യത്തെ പ്രവീൺ മോനോ? കൊറേ ആയാലോ ഈ വൈക്ക്. ആന്റിക്ക് സുഖാണോ? ആ മോനെ സുഖാണ്, കേറി വാ. എവിടെ എല്ലാരും? ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടെല്ലാരും, മോനിരിക്ക്. ആന്റി, വൃന്ദ എവിടെ? ആ സൂര്യശങ്കർ ഇവിടെ വന്നെന്നറിഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മോനെ വന്നിരുന്നു, ശിവയെ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ, ഞാൻ എന്തായാലും സൂര്യ നോക്കിയിട്ട് വരാം. ആ മോനെ, അവൻ മുകളിലുണ്ടാവും. എന്താടി പാട്ടും പാടിയാണോ നടപ്പ്? കോളേജ് അടച്ചിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റണ്ടേ? എനിക്ക് മിസ് ചെയ്തപ്പോ ഞാനിങ്ങ് പോന്നു. പിന്നെ സൂര്യ വിളിച്ചപ്പോഴാ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോ അതൊരു കാരണമാക്കി ഞാനിങ്ങ് പോന്നു. ഓ, എന്നിട്ട് അമ്മയെ കണ്ടോ? കണ്ടു, സൂര്യ നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറിയതാ ഇങ്ങോട്ട്. എന്നിട്ട് സൂര്യേട്ടനെ കണ്ടോ? ഇല്ല, പക്ഷേ എന്റെ കുതിര കുട്ടിയെ കണ്ടു ഞാൻ. എന്താ മോനെ ഉദ്ദേശം? ദുരുദ്ദേശം എത്രയായി? ഒരു കിസ് താടി പ്ലീസ്. പോയി ആരെങ്കിലും കാണണം. പ്ലീസ് ഒന്ന് മതി, പ്ലീസ് 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 പ്ലീസ്.
സൂര്യ സൂര്യ എന്ത് ചെയ്യാ നീ? ആ പ്രവി, നീ എപ്പോ വന്നു? ഇല്ലടാ, ഇപ്പൊ വന്നുള്ളൂ. വൃന്ദയെ കാണാൻ വന്നതാ. കണ്ടോ എന്നിട്ട്? ഇല്ലടാ, നിന്നെ കണ്ടിട്ട് കാണാന്ന് കരുതി. ആണോ? എന്നാ വാ. വൃന്ദ, വൃന്ദ. എന്താ ഏട്ടാ? ആ പ്രവീണേട്ടാ, ലക്ഷ്മി പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഞാൻ ചായ എടുത്ത് വരാൻ നിൽക്കുമായിരുന്നു. സുഖല്ലേ മോൾക്ക്? അവനെ ഉപദ്രവിച്ച മോളെ? ശിവേട്ടനുണ്ടാവുമ്പോ ഇവിടെ ഉള്ളവരെ ആരും ഉപദ്രവിക്കാന്? ആ, അത് ശരിയാണ്. പ്രവീണേട്ടാ, ഏട്ടനെങ്ങനെ ഇവിടെ? ആഹാ, മോളിവിടെ ഉണ്ടോ? നീ എന്താ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്? ആ സുനിൽ സാറ് എനിക്കാ, എന്റെ ഫ്രണ്ട് പാർവതി. ഏട്ടനറിയില്ലേ? ആ, ഞാൻ കണ്ടിട്ടുണ്ട് പാർവതി. സൂര്യയുടെ അനിയത്തിയല്ലേ? അറിയാം. ഞാനിവിടെ വന്നപ്പോഴാ എല്ലാം അറിയുന്നത്. ആണോ? എന്തായാലും നിനക്ക് നിന്റെ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റിയല്ലോ. ഓ, എന്തൊരു അഭിനയം! ഓസ്കാർ വിന്നിംഗ് പെർഫോമൻസ് അല്ലേ കാഴ്ചവെക്കുന്നത്. എന്നെ കണ്ടിട്ടുള്ളത്രേ. സമ്മതിക്കണങ്ങേരെ, ചിരിക്കാതെ കള്ളം പറയുന്നുണ്ടല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വെറുതെ വൃന്ദയൊന്ന് കാണാൻ വന്നതാ ഞാൻ. ശരി മോനെ, ഇടക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നീ. എന്നാ ശരി ആന്റി, ഞാൻ ഇറങ്ങാം. ഓ എന്റെ ദൈവമേ, എന്നാ സ്ട്രെച്ചറാണ് ഈ പെണ്ണിന്. എന്താടാ നോക്കുന്നത്? അയ്യോ ശിവ, ഞാൻ ചുമ്മാ അവള് ജോലി ചെയ്യുന്നത്. ചുമ്മാതെ ആണെങ്കിലും അല്ലെങ്കിലും അവളെ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ ചുയിന്നെടുക്കും. പോടാ. സോറി, ഞാൻ ഈ നോക്കില്ല. സാർ എന്താ? നീ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ മേലാൽ സാരി ഉടുക്കരുത്. ജോലി തിരക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. സാർ എന്തിനാ വന്നത്? എന്തെങ്കിലും വേണോ? എന്തേ? എന്ത് ചോദിച്ചാലും തരുമോ നീ? എന്താ സാർ? എന്താ? വൃന്ദ, എന്റെ കണ്ണിൽ നോക്ക്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. പിന്നെ ഇവിടെ വന്ന 2 എണ്ണം അവരെ സൂക്ഷിക്കണം. ഇതുപോലെ ഓരോന്ന് കാണിച്ചു നിന്നാ എല്ലാരും ഒരുപോലെ ആവില്ല, കേട്ടല്ലോ? എന്തൊക്കെ ഉണ്ടായി? പക്ഷെ ആ കണ്ണ്, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താണ് ആലോചിക്കുന്നത്? കുറെ നേരമല്ലോ. ഒന്നുമില്ലമ്മ. അമ്മേ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ നിന്റെ ആലോചന കണ്ടപ്പോഴേ തോന്നി എന്തോ ഉണ്ടെന്ന്. എന്താണ്? അമ്മ ശിവേട്ടൻ ശ്രദ്ധിച്ചോ? ഇപ്പൊ കുറച്ചായി ഏട്ടന് നല്ല മാറ്റമുണ്ട്. ശരിയാ നീ പറഞ്ഞത്, ഞാനും അത് ശ്രദ്ധിച്ചു. അമ്മ, എന്റെ തോന്നലാണ്, എനിക്കറിയില്ല. വൃന്ദ വന്നതിന് ശേഷമല്ലേ ഏട്ടൻ ഇങ്ങനെയൊരു മാറ്റം? ഈ സംശയം എനിക്കും തോന്നി. ഇതിനു മുമ്പുണ്ടായിരുന്നവരോടൊന്നും അവൻ ഇതുപോലെ അല്ല പെരുമാറിയിട്ടുള്ളത്. അതന്നെ. അതുപോലെ എൻ്റെ ഒരു തോന്നലാണ്, ഈ വൃന്ദയും നന്ദയും ഈ ഒന്നാണോ? അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ലേ, വൃന്ദയുടെയും കല്യാണം കഴിഞ്ഞതാണല്ലോ. പിന്നെ പേര് തന്നെ നോക്ക്, വൃന്ദ നന്ദ. നല്ല സാമ്യമല്ലേ? നീ ഒന്ന് പോയി. അതെങ്ങനെ ശരിയാവും? അവളാണ് നന്ദയെങ്കിലേ ശിവയെ അവൾക്ക് ഓർമ്മ കാണില്ലേ? എനിക്ക് തോന്നിട്ടില്ല ശിവയെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അതും ശരിയാണ്. എന്നാലും എനിക്കെന്തോ അവർ ഒന്നാണെന്നൊരു തോന്നല്. അമ്മ വൃന്ദയോടൊന്ന് ചോദിക്ക്. എന്ത് ചോദിക്കാൻ? അല്ല, ഏട്ടന് മുമ്പ് കണ്ടിട്ട് തോന്നുന്നു. ചുമ്മാ സംസാരിക്കുന്നതിനോട് ചോദിച്ചാൽ മതി. നോക്കാം. എന്തായാലും എവിടെയോ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാന്നേ. എന്താ മോളെ, കഴിഞ്ഞോ? ഇതും കൂടെ ലക്ഷ്മി. മോളിപ്പോ സന്തോഷത്തിലല്ലേ? ഇനി അയാൾ കഴിയില്ലല്ലോ ശല്യം ചെയ്യാന്.
ശിവസാറിനോട് നന്ദി പറയേണ്ടത്. മോള് അവനെ ഇവിടെ വന്നിട്ടല്ലേ കാണുന്നത്? അതെ, എന്റെ ലക്ഷ്മി. അല്ല, അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാരും പിന്നെ ഇങ്ങോട്ട് വരില്ലേ പേടിച്ചിട്ട്? ഓ ഓ അങ്ങനെ. എന്നാ മോള് ജോലി ചെയ്തോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി ലക്ഷ്മി. എന്തായി അറിയോ? ഇവിടുന്ന് അവൾക്ക് അറിയത്തില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആണോ? ഷോ, എന്നാലും ഒരെന്നാലുമില്ല, നീ ഒന്ന് പോയി. ഇല്ലമ്മേ, എന്തൊക്കെയോ ഉണ്ട് ഇതിൽ നമ്മൾ അറിയാത്തത്, കണ്ടുപിടിക്കണം. നീ ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്നോട് പറ, ഞാൻ പോകണം. എനിക്കിങ്ങനെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവും. ഏട്ടൻ്റെ ഫ്രണ്ട് ഹരിയെ ഒന്ന് കാണണം. വൃന്ദ, വൃന്ദ, ഒന്ന് വന്നേ. എന്താ ഏട്ടാ, എന്തിനാ വിളിച്ചേ? ഇതാ ഫോണ്, നിനക്ക് ഫോണില്ലാന്ന് അമ്മ പറഞ്ഞു, എന്നാ ഇത് വെച്ചോ. അയ്യോ, ഇതൊന്നും വേണ്ട. വൃന്ദ, നീ ഏട്ടനെ കൂടെയല്ലേ കാണുന്നത്? ആണെങ്കിൽ വാങ്ങ്, ഇല്ലെങ്കിൽ വേണ്ട. അയ്യോ, ഏട്ടനെ പോലെ തന്നെയാണ്. എന്നാ വാങ്ങിക്ക്. അപ്പൊ ഏട്ടാ, എനിക്കില്ല ഫോണ്, ഞാനൊരു പാവല്ലേ. ഓ, എന്നാ പിടിക്ക്, നിനക്കുണ്ട്. ഷോ, എന്റെ ഏട്ട സുന്ദരനല്ലേ, താങ്ക് യു. ഇതാ വേണി, വാങ്ങിക്ക്. അയ്യോ, എനിക്ക് വേണ്ട. വാങ്ങിക്ക് പെണ്ണേ, ഏട്ട സന്തോഷത്തോടെ തരുന്നതല്ലേ. അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല ഏട്ടാ. വേണം, അടുത്ത സെമ്മാവുമ്പോൾ ഫോണിൻ്റെ ആവശ്യം വരും. ഇതാ വാങ്ങിക്ക്. ഞാനിതിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. ഓ, എന്റേതിലും സേവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവർ രണ്ടാളിൽ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. ഓ, ആയിക്കോട്ടെ. ഏട്ടാ വേണ്ട, മതി, അവൾ ഒരുക്കി പോകും. ഒന്ന് പോടി. സൂര്യ, ഒന്ന് നിന്നേ അവിടെ. എന്താന്നേ? എന്താ മോൻ്റെ ഉദ്ദേശം? എന്താ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഓ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെയും വേണിയുടെ ഇടയിലെ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഓടുന്നതേ. അമ്മ ഒന്ന് പോരെ, വെറുതെ ഓരോന്ന് പറയാതെ. നീച്ചക്ക എന്തെങ്കിലും നേരത്തെ പറഞ്ഞു, അല്ലാതെ മൂത്തവനെ പോലെ അവസാനം വന്ന് പറഞ്ഞ അവൻ നടക്കുന്ന പോലെ നടക്കേണ്ടി വരും നീയും. അമ്മേ, എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ അച്ഛനോടൊന്ന് പറയൂ. അങ്ങനെ വൈക്കുവാ വേണി, അവള് നല്ല കുട്ടിയാ. സമയാവട്ടെ, ഞാൻ പറയാം. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു ചെക്കൻ. ഒന്ന് പോവേ, ഇതൊക്കെയാണ് ഡാൻസ്. പാറു, നീ അങ്ങ് മാറിയേക്ക്, എന്നിട്ട് അവനൊന്ന് കളിക്കട്ടെ. അതെന്നെ, ഇനി മൈക്കിൾ ജാക്സൺ ഒന്ന് കളിച്ച് ഒന്ന് കാണട്ടെ. അതിലെന്താ, കളിക്കാലോ. ഓ, ഇതിനേക്കാൾ പാറുമോള് കളിച്ചതായിരുന്നു രസം. നിങ്ങളൊക്കെ ഓൾഡാണ്, ഇതാണ് ന്യൂ ജനറേഷൻ ഡാൻസ്. അയ്യേ, ഇതാണ് ഡാൻസ്. ഇനി ഇറങ്ങിപ്പോയി, ഇനി എന്റെ വേണി കളിക്കും. ഞാനില്ല, എനിക്കറിയില്ല. ചേച്ചി നന്നായി കളിക്കും. ആണോ? എന്നാ എന്തുമോള് കളിക്ക്. ഞാനില്ല, എനിക്കറിയില്ല. ചുമ്മാ പറയാ, ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എന്നാ മോളൊന്ന് കളിക്ക്. അയ്യോ, കുറെ ആയി, ശരിയാവോന്നൊന്നും അറിയില്ല. ശരിയായാലും കുഴപ്പമില്ല, എന്തായാലും ഇവരെക്കാൾ നന്നാവും. ഓ, കാണാം. എന്താ കളിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்போட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது, வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது, மொட்டுக்கள் சத்தம்
வண்டுக்கு கேட்காது. ஆடிக்கு பின்னாலே காவேரி தாங்காது. ஆளான பின்னாலே அல்லிப்பூ மூடாது. ஆசை துடிக்கின்றதோ என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார். என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார். நந்தா என்ன நந்தா ஒன்றை கேட்டுப்பார். என் பேர் சொல்லும்